ഇന്നത്തെ ക്യാബിനറ്റ് മീറ്റിംഗ് കഴിയുന്ന സമയത്ത് നമ്മുടെ ഗതാഗത മന്ത്രി ഗണേഷ് കുമാറിന്റെ കാര്യത്തിൽ ഏകദേശം ഒരു തീരുമാനമാവാനായിട്ടുള്ള സാധ്യതയുണ്ട്. ഒന്നില്ലെങ്കിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ ഈ പറയുന്ന ഗണേഷ് കുമാറിനോട് തന്റെ രാജി ആവശ്യപ്പെടും, അല്ല എങ്കിൽ ഗണേഷ് കുമാർ സ്വയമേൽ രാജിവെച്ച് പുറത്തു പോകാനായിട്ടുള്ള സാധ്യതയാണ് ഈ ഒരു സമയത്ത് കാണാൻ പറ്റുന്നത്. എന്തൊക്കെയാണെങ്കിലും സ്വന്തം ഭാര്യ തന്നെ, സ്വന്തം ഭാര്യയായിട്ടുള്ള ബിന്ദു മേനോൻ തന്നെ ഗണേഷ് കുമാറിനെ കാണാൻ പറ്റാത്ത സാഹചര്യത്തിൽ കണ്ടു എന്ന് പറഞ്ഞുകൊണ്ട് കേസ് കൊടുത്ത സാഹചര്യത്തിൽ ഗണേഷ് കുമാർ പറയുന്നത് എന്താണ്? ഗണേഷ് കുമാറിന് 5000 പ്രണയങ്ങളുണ്ട്, ഇതൊന്നും ജനങ്ങൾ നോക്കേണ്ട ആവശ്യമില്ല, ഗണേഷ് കുമാർ എന്ന രാഷ്ട്രീയ പ്രവർത്തകനെ മാത്രം ജനങ്ങൾ നോക്കിയാൽ മതി, ഞാനെന്ന വ്യക്തിയെ നോക്കണ്ട, അത്തരത്തിൽ പറഞ്ഞുകൊണ്ട് ഒഴിഞ്ഞ് പോകാനായിട്ട് നോക്കല്ലേ എന്റെ ഗണേശേട്ടാ. ഈ ഒരു കാര്യത്തെ ബന്ധപ്പെട്ടുകൊണ്ട് 5000 പ്രണയമുണ്ടെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ ഈ ഒരു കമന്റ് എന്നും ഓർത്ത് വെച്ചേക്കണം. ഈ പറയുന്ന ഒരു മന്ത്രിയായിട്ട് ഒരു മന്ത്രിസ്ഥാനത്തിരിക്കുന്ന വ്യക്തി ഏതെങ്കിലും ഒരു സ്ത്രീ തന്നോട് എന്തെങ്കിലും ഒരു പരാതിയുമായിട്ട് വന്ന സമയത്ത് ആ ഒരു സ്ത്രീയെ ഈ ഒരു 5000 പേരുടെ കൂട്ടത്തിൽ പെടുത്തില്ല എന്ന് ആര് കണ്ടു? ആ ഒരു സ്ത്രീയോടും ഈ തോന്നിയ പ്രണയം തോന്നില്ല എന്ന് ആര് കണ്ടു? അപ്പോ ജനങ്ങൾക്കിടയിലും ഈ പറയുന്ന സ്ത്രീകൾക്ക് മുന്നിലും പറയുന്ന പരാതികൾ ചെന്ന് പറയാൻ പറ്റുന്ന ഒരു പരാതിപ്പെട്ടിയല്ല നമ്മുടെ മന്ത്രി ഗണേഷ് കുമാർ. കാരണം പുള്ളിക്കാരന് എത്രയും പെട്ടെന്ന് പ്രണയം തോന്നിക്കഴിഞ്ഞാൽ പിന്നെ പണി വാളുവി. അതുപോലെ തന്നെ കുറച്ച് നാളുകൾക്ക് മുമ്പ് നമ്മുടെ UDF നേതാവായിട്ടുള്ള MLA രാഹുൽ മാങ്കൂട്ടത്തിനെ ബന്ധപ്പെട്ടുകൊണ്ട് ചില കാര്യങ്ങൾ സോഷ്യൽ മീഡിയയിൽ വൈറലായിട്ടുണ്ടായിരുന്നു. അതായത് രാഹുൽ മാങ്കൂട്ടം ചില സ്ത്രീകളെ ബലാത്സംഗം ചെയ്യാനായിട്ട് ശ്രമിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് ചില കേസും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അന്ന് രാഹുൽ മാങ്കൂട്ടത്തിനെ എതിർത്തവർ ഇപ്പൊ ഗണേഷ് കുമാറിനെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അതെനിക്ക് മനസ്സിലാവുന്നില്ല. അതായത് അന്നിപ്പോ കേസ് കൊടുത്തപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിനെ എതിർത്തതിന്റെ ഒരു റീസൺ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ചില സ്ത്രീകൾ കംപ്ലൈന്റ് കൊടുത്തുകൊണ്ടാണ്. ഈ ഒരു സമയത്ത് ഗണേഷ് കുമാറിനെതിരെ സ്വന്തം ഭാര്യയായിട്ടുള്ള ബിന്ദു മേനോനാണ് കംപ്ലൈന്റ് കൊടുത്തിരിക്കുന്നത്. അപ്പൊ അതെന്താ, സ്ത്രീയല്ലേ? ബിന്ദു മേനോൻ ഒരു സ്ത്രീയല്ലേ? അപ്പൊ അവര് പറയുന്ന കാര്യങ്ങൾക്ക് കൃത്യമായിട്ടൊരു വസ്തുതയില്ലേ? ഈ പറയുന്ന രാഹുൽ മാങ്കൂട്ടത്തിന്റെ കേസ് പോലെ പോലും അല്ല ഇത്. ഇതിനകത്ത് ഈ പറയുന്ന ഭാര്യയായിട്ടുള്ള ബിന്ദു മേനോൻ സ്വന്തം കണ്ണുകൊണ്ട് കണ്ടതാണ് ഈ പറയുന്ന ഭർത്താവിന്റെ ലീലാവിലാസങ്ങൾ. അതുപോലെ തന്നെ ഈ പറയുന്ന ബിന്ദു മേനോന്റെ പക്കല് അതിനെ ഇത് സത്യമാണെന്ന് പ്രൂവ് ചെയ്യുന്ന ഫോട്ടോസും വീഡിയോസ് ഒക്കെ ഉണ്ടെന്നാലും ഇത് ഗണേഷ് കുമാർ പബ്ലിക് പ്ലാറ്റ്ഫോമിന്റെ മുമ്പിൽ ഒന്ന് സമ്മതിച്ച കേസുമാണ് എനിക്ക് 5000 പ്രണയമുണ്ടെന്ന്. അപ്പോൾ ഈ ഒരു കാര്യത്തിനെ ബന്ധപ്പെട്ടുകൊണ്ട് ഈ ഒരു വിഷയത്തെ അടിസ്ഥാനമാക്കിക്കൊണ്ട് ഒരേ ഒരു കാര്യമേ പറയാനുള്ളൂ. ഈ ക്യാബിനറ്റ് മീറ്റിംഗ് അവസാനിക്കുന്ന സമയത്ത് നമ്മുടെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ആയിട്ടുള്ള പിണറായി വിജയൻ സാർ ഗണേഷ് കുമാറിനോട് തന്റെ രാജി ആവശ്യപ്പെട്ട് പുറത്തു പോകാനായിട്ട് പറയണം എന്ന്. അപ്പോൾ ഇത് മാത്രമാണ് ഈ ഒരു കേസിനെ ബന്ധപ്പെട്ട് വരുന്ന ആകെയുള്ളൊരു സൊല്യൂഷൻ. അപ്പൊ എന്തൊക്കെയാണെങ്കിലും ഈ ഒരു കേസിനെ ബന്ധപ്പെട്ടുകൊണ്ട് ജനങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. നമുക്ക് മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം. താങ്ക്